നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പടിഞ്ഞാറങ്ങാടിയിൽ പനിയെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച 9 വയസ്സുകാരന് പേവിഷബാധയേറ്റിരുന്നതായി സ്ഥിരീകരണം. പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിൻചുവട്ടിൽ സൈനുദ്ദീൻ ഷമീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഹാദിയാണ് കഴിഞ്ഞ ദിവസം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം ലാബിൽ അയച്ചു നടത്തിയ പരിശോധനയിലാണ് മരണം പേവിഷബാധയേറ്റെന്ന് സ്ഥിരീകരിച്ചത്. ഫെബ്രുവരി 15-ന് പേവിഷബാധയെ തുടർന്ന് മരിച്ച പടിഞ്ഞാറങ്ങാടി താഴത്തങ്ങാടി സ്വദേശിനി മൈമൂനയ്ക്ക് ജനുവരി 15-ന് തെരുവുനായുടെ കടിയേറ്റിരുന്നു. ഇതേ ദിവസം തന്നെ മുഹമ്മദ് ഹാദിയെയും തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചതായി വീട്ടുകാർ പറഞ്ഞു. മാതാവിന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഹാദിയെ തെരുവുനായ ഓടിക്കുകയും ഓട്ടത്തിനിടെ വീണ് ചെവിക്ക് സമീപം പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ നായ കടിച്ചിട്ടില്ലെന്നാണ് മറുപടി നൽകിയത്. ഇതിനാൽ വീട്ടുകാർ പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിരുന്നുമില്ല. വെള്ളിയാഴ്ച മുതൽ കുട്ടി ദേഹാസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. വെള്ളം കാണുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായും വീട്ടുകാർ പറഞ്ഞു. തുടർന്ന് രാവിലെ 4:30 മണിയോടെ പനിയും ശ്വാസംമുട്ടലും ചെവിവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആദിയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സലാഹുദ്ദീൻ അയ്യൂബി സ്കൂളിൽ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ് ഹാദി. സ്കൂളിലെ ഐസെറ്റ് പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടിയിരുന്നു മുഹമ്മദ് ഹാദി. CCTV ന്യൂസ്, തൃത്താല. ചങ്ങരംകുളം ഒതളൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് നൈംബോർഡിൽ ഇടിച്ച് മറിഞ്ഞ് യുവാവ് മരിച്ചു. അയനൂർ സ്വദേശി കണ്ടിരുത്തിയിൽ പരേതനായ രാമചന്ദ്രന്റെ മകൻ 34 വയസ്സുള്ള രതീഷാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞ് ബൈക്കെടുത്ത് പാവിട്ടുപുറത്തേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ് റോഡിൽ കിടന്ന രതീഷിനെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്ത് സ്റ്റേഷനറി കടയിൽ ജീവനക്കാരനായിരുന്നു മരിച്ച രതീഷ്. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ശ്രീമതി മാതാവാണ്, ഹരിത ഭാര്യയാണ്, ഐറിഷ് മകനാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി പട്ടാമ്പിയിലുമെത്തി. 10 കിലോ തൂക്കം വരുന്ന 600 ചാക്ക് അരിയാണ് പട്ടാമ്പിയിൽ വിതരണം ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്ന ഭാരത് അരിയാണ് പട്ടാമ്പിയിലും വിതരണം ചെയ്തത്. കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് ഭാരത് അരി നൽകുന്നത്. 10 കിലോ അടങ്ങിയ കവറിലാണ് അരിയുടെ വിതരണം. മേലെ പട്ടാമ്പിൽ നടന്ന ചടങ്ങിൽ BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഭാരത് അരിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വില കുറവിൽ 29 രൂപയ്ക്ക് 1 കിലോ അരി എന്ന രൂപത്തില് ഭാരത് റൈസ് എന്ന പേരില് ഇന്ത്യ രാജ്യമൊട്ടാകെ അരി മാത്രമല്ല വിലക്കുറവില് പരിപ്പ്, അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങളും എല്ലാ സാധനങ്ങളും ഉള്ളി ഉൾപ്പെടെയുള്ള വിലക്കയറ്റം വലിയ തോതിൽ ഉള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ്. അരി 40-45 രൂപ കൊടുത്താൽ മാത്രമേ അരി ലഭിക്കൂ. സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല. കാരണം സപ്ലൈകോയിൽ തന്നെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല സപ്ലൈകോയിൽ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാരത് റൈസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരു വട്ടം ഭാരത് റൈസിന്റെ വാഹനം വന്ന് പോയി കഴിഞ്ഞു. വരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിലുള്ള തിരക്കാണ്. അപ്പോൾ ഈ ഭാരത് റൈസ് തുടർന്നും പട്ടാമ്പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വിലക്കുറവിൽ അരി അതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഭാരത് റൈസ് നമ്മൾ കൊടുക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് BC സന്തോഷ്, P അനിൽകുമാർ, V തങ്കമോഹൻ, ബാബു പൂക്കാട്രി, സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. ആദ്യഘട്ടം എന്ന നിലയിൽ 10 കിലോ തൂക്കം വരുന്ന 600 ചാക്കുകളാണ് പട്ടാമ്പിയിൽ വിതരണം ചെയ്തത്. 100 കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ അരി വാങ്ങാനായി പട്ടാമ്പിയിലേക്ക് എത്തിയത്. പലരും അരി കിട്ടാതെ മടങ്ങുന്ന കാഴ്ചയും കാണാനായി. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 4-ന് ആരംഭിക്കും. പരീക്ഷയുടെ സമയ വിവര പട്ടിക പ്രസിദ്ധീകരിച്ചു. മാർച്ച് 4-ന് തുടങ്ങുന്ന പരീക്ഷ 25-നാണ് അവസാനിക്കുക. രാവിലെയാണ് SSLC പരീക്ഷയുടെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. IT പ്രാക്ടിക്കൽ പരീക്ഷ ഫെബ്രുവരി 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലും മാതൃകാ പരീക്ഷ 19 മുതലും ആരംഭിച്ചു. ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളും മാർച്ച് 1 മുതൽ ആരംഭിക്കും. മറ്റു ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് 18 മുതൽ 26 വരെയായിരിക്കും നടത്തുക. ഹൈസ്കൂൾ ഉൾപ്പെട്ട LP UP സ്കൂളുകളിൽ മാർച്ച് 5 മുതൽ പരീക്ഷകൾ ആരംഭിക്കും. 8-9 ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് 1 മുതലാണ് നടക്കുക.
സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തിൽ 4,27,105 വിദ്യാർത്ഥികൾ 2,971 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതും. ഗൾഫിൽ 8 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾ SSLC പരീക്ഷകൾ എഴുതും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2017 കേന്ദ്രങ്ങളിൽ 4,15,044 ഒന്നാം വർഷ വിദ്യാർത്ഥികളും 4,44,097 രണ്ടാം വർഷ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം വർഷം 21,770 വിദ്യാർത്ഥികളും രണ്ടാം വർഷം 29,337 വിദ്യാർത്ഥികളുമാണ് 389 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുക. SSLC പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിന്റെ വിതരണം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. CCTV ന്യൂസ്, കേച്ചേരി. ചെറുതുരുത്തി കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് എൻഡോമെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനവും ഫെബ്രുവരി 25 ഞായറാഴ്ച കലാമണ്ഡലത്തിൽ നടക്കുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡ് സമർപ്പണം നിർവഹിക്കും. മന്ത്രി കെ രാധാകൃഷ്ണൻ എൻഡോമെന്റ് സമർപ്പണം നടത്തും. മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് കഥകളി സംഗീതജ്ഞൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും, ഫെല്ലോഷിപ്പ് അവാർഡ് കൂടിയാട്ടം കലാകാരൻ വേണുജിക്കും. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 24 കലാകാരന്മാർക്ക് അന്നത്തെ ദിവസം അവാർഡ് നൽകുമെന്നും വൈസ് ചാൻസലർ, രജിസ്ട്രാർ തുടങ്ങിയവർ അറിയിച്ചു. ഡിസംബറിലാണ് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ഓഫ് ട്രാവൻകൂർ FIT എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കൺസൾട്ടൻസി അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് നമ്മൾ അവാർഡ് ചെയ്യുന്നത്. പദ്ധതിയുടെ അടങ്ങൽ തുക 11.5 കോടി രൂപയാണ്. നേരത്തെ നമ്മൾ കലാമണ്ഡലത്തിൽ ഉദ്ദേശിച്ചിരുന്ന 3 പദ്ധതികൾ, ഒരു കൂടിയാട്ടം കളരി കോംപ്ലക്സ്, അതുപോലെ ചുട്ടി ഓപ്പറ കോംപ്ലക്സ്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഈ 3 പദ്ധതികളും യഥാർത്ഥത്തിൽ PWD നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. ഈ പുതിയത് വന്ന സാഹചര്യത്തിൽ ഈ 3 പദ്ധതികളും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുകയും ഈ കോംപ്ലക്സിൽ തന്നെ അത്രയും സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കോപ്രയൊക്കെ വിശാലമായിട്ടുള്ള കോപ്ര സൗകര്യമുണ്ട്. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള പബ്ലിക് ആക്സസ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ കോപ്ര നമുക്ക് തുറന്ന് കാണാനുള്ള സംവിധാനമുള്ളൂ, പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല. ഇത് പുറത്തുനിന്ന് തന്നെ ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പ്രസിദ്ധമായ കൊപ്പം ഫെസ്റ്റിന്റെ ഭാഗമായി രാവിലെ കൊടിയേറ്റം നടന്നു. ഗജവീരന്മാരും താളമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റം. മുഹമ്മദ് മോസിൻ MLA കൊടിയേറ്റം നിർവഹിച്ചു. ആശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വാഹനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആനകൾക്ക് ഇവിടുന്ന് മാറിപ്പോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അധികം സംസാരിക്കുന്നില്ല. മതസൗഹാർദ്ദത്തിന്റെയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും കൂട്ടായിട്ട് ആസ്വദിക്കാനും പറ്റുന്ന ഒരു ഫെസ്റ്റ് എന്നുള്ള നിലക്ക് കൊപ്പം വളർന്നു വരുന്ന ഏറ്റവും വലിയൊരു ടൗണായി മാറുന്ന ഒരു സമയത്ത് ഈ ഫെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഏറ്റവും മികച്ച രീതിയിൽ ആഘോഷിക്കാൻ ഇപ്രാവശ്യം വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിർ നിർവഹിച്ചു.
SSKയുടെ 3,20,000 രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് PS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ KB പ്രീത, ഗ്രാമപഞ്ചായത്ത് അംഗം VK സേതുമാധവൻ, SMC ചെയർമാൻ C ഗോപകുമാർ, വടക്കാഞ്ചേരി BRC, BPC, CC ജയപ്രഭ, പ്രധാന അധ്യാപകൻ P മൊയ്തീൻകുട്ടി, PTA കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോ ത്രിതല പഞ്ചായത്തിലെയും ജനപ്രതിനിധികളുടെ ഭാഗമായിക്കൊണ്ട് തന്നെ കടന്നു വരുന്ന പുതിയതായിട്ടുള്ള ഓരോ മെമ്പർമാർ വരുമ്പോൾ പുതിയതായിട്ടുള്ള ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർക്കാരിൻ്റെയും എല്ലാ ഫണ്ടുകൾ നമുക്ക് ലഭ്യമാവും. അത് എങ്ങനെ നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരണം, അത് കൊണ്ടുവന്ന് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നാണ് ഓരോ വിദ്യാലയത്തിൻ്റെയും പ്രധാനപ്പെട്ട അധ്യാപകരായിട്ടിരിക്കുന്ന ആളുകൾ ചെയ്യുക. ഇവിടെ ഉണ്ടായിരുന്ന മുന്നത്തെ പ്രിൻസിപ്പാളിൻ്റെ ഒരു ഇടപെടൽ മൂലം തന്നെയാണ് നമുക്ക് SSKയിൽ നിന്നും ഈ 3,20,000 രൂപ കൊണ്ട് നമുക്ക് ഒരു ടോയ്ലറ്റ് നിർമ്മിക്കാൻ സാധ്യമായിട്ടുള്ളത്. പല പ്രാവശ്യം നമ്മൾ ചാലിശ്ശേരി പെരുമണ്ണൂർ കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം വർണ്ണാഭമായി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു എഴുന്നള്ളിപ്പ്. വൈകിട്ട് കാവ് കയറി. തുടർന്ന് വിവിധ ഉപകമ്മിറ്റികളുടെ ആന, പഞ്ചവാദ്യം, ശിങ്കാരിമേളം, കാവടി, നാടൻ കലാരൂപങ്ങൾ, വിവിധ വേഷങ്ങൾ, തിറ, പൂതൻ, കരിങ്കാളി, ചെണ്ടമേളം എന്നിവ ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റേകി. തിമലയിൽ ഏലനാട് ചന്ദ്രനും മദ്ദളം പെരിങ്ങോട് നന്ദകുമാറും കോതച്ചിറ കുട്ടിനാരായണനും ഇടക്കയിൽ കൃഷ്ണകുമാറും അരങ്ങ് തകർത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബിരുദ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയത്. ഗ്രാമസഭകൾ വഴി തിരഞ്ഞെടുത്ത 20 പട്ടികജാതി വിദ്യാർത്ഥിനികൾക്കായിരുന്നു ലാപ്ടോപ്പുകൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 2023-24 സാമ്പത്തിക വർഷത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 30,000 രൂപ വെച്ചിട്ട് ഒരു ലാപ്ടോപ്പ് വെച്ചും 20 പേർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ പഠിക്കാൻ സൗകര്യം കുറഞ്ഞ കുട്ടികൾ നമ്മുടെ വാർഡുകളിലും ഉണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ അർഹതപ്പെട്ട 20 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഓരോ ലാപ്ടോപ്പ് കൊടുക്കുന്നത്. ഇനിയും അതുപോലെ കുട്ടികളെ തിരഞ്ഞെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രസാദ്, ജലജ ശശികുമാർ, പുഷ്പലത, K അശോകൻ, ദിവ്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സർക്കാർ ഏജൻസിയായ ജം വഴിയാണ് ലാപ്ടോപ്പുകൾ ലഭ്യമാക്കുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ബിരുദവും ബിരുദാനന്തരത്തിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് 20 പേർക്ക് 6 ലക്ഷം രൂപ മുതൽ മുടക്കി കഴിഞ്ഞ വർഷത്തെ 23-24, അതായത് ഇപ്രാവശ്യം നടപ്പിൽ വർഷത്തെ വെച്ച പദ്ധതിയാണ്. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ക്ഷേത്രം നടപ്പന്തലിന് മുകളിൽ ക്ഷേത്രനാമം ആലേഖനം ചെയ്ത LED ബോർഡ് സ്ഥാപിച്ചു. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് LED ബോർഡ് സ്ഥാപിച്ചത്. കൂത്തുകൂറയിട്ട ദിവസം വൈകിട്ട് ക്ഷേത്രം ഊരാളൻ, കോതച്ചിറ, വേങ്ങാട്ടൂർ മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്വിച്ച് ഓൺ ചെയ്തു. ചടങ്ങിൽ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി രക്ഷാധികാരി രാജൻ പുലിക്കോട്ടിൽ, പ്രസിഡന്റ് KK മുരളി, സെക്രട്ടറി MK ശ്രീജിത്ത്, ട്രഷറർ സുഷി ആലിക്കര, മറ്റ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. ഇതോടെ തെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.